അൻവറിന് മറുപടിയുമായി CPM രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടക്കും. പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇന്നലെയും അൻവർ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ വോട്ട് കച്ചവടമടക്കം സൂചിപ്പിച്ചായിരുന്നു ആരോപണങ്ങൾ. അതടക്കം പ്രാദേശിക വിഷയങ്ങളും അൻവർ ഉയർത്തുകയുണ്ടായി. മലബാറിൽ ഒരു 15ാമതൊരു ജില്ല രൂപീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇന്നലെ അൻവർ ഉന്നയിച്ചു. അത്തരം കാര്യങ്ങളിലെല്ലാം എന്ത് നിലപാടാണ് CPM വിശദീകരിക്കുക എന്നതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എപ്പോഴാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ യോഗം? ഇതിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ CPM ആസൂത്രണം ചെയ്തിട്ടുണ്ട്? ലിബീഷ്, അൻവറിനിപ്പോൾ അൻവർ ഉപയോഗിച്ച അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ അല്ലെങ്കിൽ അതേ നാണയത്തിൽ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടാണ് CPM എന്തായാലും ഒരുങ്ങിയിട്ടുള്ളത്. അൻവർ തന്റെ ആദ്യ സമ്മേളനം നടത്തിയ നിലമ്പൂരിലെ ചന്തക്കുന്നിലെ അതേ മൈതാനിയിൽ വെച്ച് തന്നെയാണ് CPM-ഉം തങ്ങളുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ചന്തക്കുന്നിലെ യോഗം. അൻവറിന്റെ യോഗത്തിൽ പങ്കെടുത്തതിനേക്കാൾ ആളെ കൂട്ടുക എന്നത് തന്നെയാണ് പ്രാഥമികമായ ഉദ്ദേശം. അതിനായി വലിയ രീതിയിലുള്ള നെട്ടോട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ആളുകളെയും പങ്കെടുപ്പിക്കണം എന്നുള്ളത്. അൻവറിന്റെ പ്രസംഗം കേൾക്കാനെത്തിയ ഏതാണ്ട് 3-3.5 മണിക്കൂറോളം നീണ്ടു നിന്നൊരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പരിപാടിയായിരുന്നു അത്. അതിനെ പ്രതീക്ഷിച്ചതിലും പ്രതീക്ഷകളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയൊരു ജനസഞ്ചയമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ മറികടക്കുക എന്ന് തന്നെയാണ് CPM ഇന്ന് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതോടൊപ്പം തന്നെ CPM പൊളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ആയിരിക്കും ഇന്ന് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുക. അതോടൊപ്പം തന്നെ KT ജലീലും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് KT ജലീൽ അടക്കം CPM-നെ തള്ളിപ്പറയില്ല, ഒരു കാലത്തും CPM-നെ തള്ളിപ്പറയില്ല, അല്ലെങ്കിൽ എല്ലാ കാലത്തും CPM-നൊപ്പം ഉണ്ടാകും എന്ന രീതിയിൽ ഒരു വശത്ത് നിന്ന് KT ജലീലും അതോടൊപ്പം ഈ മലപ്പുറം പരാമർശം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വശത്ത് നിന്നുകൊണ്ട് ജലീലും മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് PV അൻവറും തമ്മിലുള്ള ആ ഒരു വാദവും മറുവാദവും എല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് അൻവറിന് മറുപടി നൽകാൻ KT ജലീൽ കൂടി ഉണ്ടാകും. അതോടൊപ്പം ലിബീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിലെയും ചേലക്കരയിലും എല്ലാം ഉപതിരഞ്ഞെടുപ്പുകൾക്ക് ഡീൽ നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാണ് അൻവറിന്റെ വാദം. ഉപതിരഞ്ഞെടുപ്പുകളിലെ ഫലം വരുമ്പോൾ അതിനു വേണ്ടിയുള്ള കച്ചവടം ഉറപ്പിക്കൽ നടന്നു കഴിഞ്ഞു എന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടി ഇന്നത്തെ വിശദീകരണ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും വിജയരാഘവൻ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നയിക്കുക അല്ലെങ്കിൽ മറുപടി നൽകുക എന്നതുകൊണ്ട് തന്നെ പാലക്കാടിനെ കുറിച്ചും ചേലക്കരയെക്കുറിച്ചും എല്ലാം PV അൻവറിനേക്കാൾ അധികാരികതയോടുകൂടി എന്തായാലും സംസാരിക്കാൻ സാധിക്കുമെന്നതിനാൽ തന്നെ ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ അൻവറിന്റെ ആ ഒരു ആരോപണത്തെ എങ്ങനെയായിരിക്കും CPM നേരിടാൻ പോകുന്നത് എന്ന് വിജയരാഘവനായിരിക്കും ഇന്ന് എന്തായാലും വിശദീകരിക്കുക. നിലവിൽ അൻവറിന്റെ സമ്മേളനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 29-നാണ് ചന്തക്കുന്ന് മൈതാനിയിൽ അൻവറിന്റെ സമ്മേളനം നടക്കുന്നത്. അന്ന് തന്നെ അതിന്റെ ഒരു ജനപങ്കാളിത്തം കണ്ട് CPM ഒരു പ്രതിരോധത്തിലായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഒക്ടോബർ 1-ന് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഒക്ടോബർ 7-ന് വൈകുന്നേരം അൻവർ വാർത്താ സമ്മേളനം നടത്തിയ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി NE മോഹൻദാസ്. അതോടൊപ്പം തന്നെ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. പ്രത്യേകിച്ച് അൻവർ അന്ന് ആദ്യം നടന്ന വിശദീകരണ യോഗത്തിൽ അൻവറിന്റെ രണ്ടാം തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അൻവറിന്റെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നേതാക്കൾ ആരും തന്നെ നിലമ്പൂരിൽ എത്തിയില്ല. മലപ്പുറത്തെ CPM പാടെ അവഗണിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാം തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ CPM LDF സർക്കാരിന്റെ രണ്ടാം ഭരണകാലത്ത് അതിന് മുന്നോടിയായി നടന്ന തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തേക്ക് CPIM നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നൊരു ആക്ഷേപം അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ആക്ഷേപം എല്ലാം വെറും പതിരില്ലാത്തൊരു ആക്ഷേപം മാത്രമാണെന്നും അതിൽ CPM നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിരുന്നെന്നും അൻവറിനെ കൈ അയച്ച് തന്നെയാണ് പിന്തുണച്ചിരുന്നത് എന്നെല്ലാം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അൻവറിന്റെ ശേഷി പരിശോധിക്കാൻ ഉറച്ചു തന്നെയാണ് CPM എന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അൻവറിന്റെ നയവിശദീകരണ യോഗത്തിൽ പങ്കെടുത്തതിനേക്കാൾ ആളുകളെ അനായാസം പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ വിശദീകരണ
വിശദീകരണ യോഗം നടത്തും. അൻവറിൻ്റെ ശേഷി പരിശോധിക്കാൻ തന്നെയാണ് ഉദ്ദേശമെന്ന് കൃത്യമായ അതേ വാക്കുകളിൽ തന്നെ NE മോഹൻദാസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം അൻവറിൻ്റെ ശേഷി പരിശോധിക്കൽ എന്നതിലപ്പുറം CPM-ന്റെ ശക്തി തെളിയിക്കൽ എന്നൊരു രീതിയിലായിരിക്കും കൂടുതൽ പ്രകടമാവുക. പ്രത്യേകിച്ചും അൻവറിന് ലഭിച്ചതിനേക്കാൾ ജനപിന്തുണ തങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു CPM-ന്റെ ശ്രമം കൂടിയായിരിക്കും നടക്കാൻ പോകുന്ന യോഗം. ജനപിന്തുണ മാത്രമല്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല എന്നും അൻവർ ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ഒരു ചേർത്ത് നിർത്തലിൽ നിന്ന് പുറത്തുപോയ ഒരാൾ മാത്രമാണെന്നും ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുനിഷ്ഠമാണെന്നും പ്രാദേശിക വിഷയങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റേത് തരം വിഷയങ്ങളിലായാലും പാർട്ടിക്ക് ഇപ്പോഴും പിടിയുണ്ടെന്നും കാണിക്കുന്നതിനുള്ള ഒരു വേദി കൂടിയായിരിക്കും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം. പ്രത്യേകിച്ചും അൻവർ തൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളുമായി പാർട്ടിയെ സമീപിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടി ഓഫീസുകളിലേക്ക് ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളോ അവയ്ക്ക് പരിഹാരം തേടിയോ എത്തുന്നില്ല, നേതാക്കന്മാരുമായി ആർക്കും ബന്ധമില്ല, ആളുകളിൽ നിന്ന് വല്ലാതെ അകന്നു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല എന്നും ഇപ്പോഴും ഇത്തരത്തിലൊരു പാർട്ടി വിളിച്ചാൽ അവിടെ ആളുകൾ കൂടുമെന്നും കാണിക്കേണ്ടത് അല്ലെങ്കിൽ തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇന്നിപ്പോൾ CPIM-നുണ്ട്. ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൂടെ അത്തരത്തിൽ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോഴും സമീപിക്കാവുന്ന ഒരു പാർട്ടിയാണ് ഇത് എന്നുള്ളത് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടി ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ വളരെ നിർണായകമാണ് ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം. എന്തായാലും ആളെ കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടിയുടെ തലപ്പത്ത് തൊട്ടുള്ള എല്ലാവരും. ജില്ലാ നേതൃത്വത്തിൻ്റെ എല്ലാം കീഴിൽ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ എല്ലാ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ കൂട്ടാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം എത്ര ആളുകൾ എത്തിച്ചേരും, ഒരുപക്ഷെ അൻവറിൻ്റെ ആ ഒരു ആദ്യ സമ്മേളനത്തിന് എത്തിച്ചേർന്ന അത്ര വലിയൊരു ജനസഞ്ചയം ഇന്ന് വൈകിട്ട് 6 മണിക്ക് CPM-ന് വേണ്ടി കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നത് തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നതിനും അതോടൊപ്പം മങ്ങിപ്പോയിട്ടില്ല എന്നുകൂടി തെളിയിക്കുന്നതിനുള്ള ഒരു പടി കൂടിയാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം. ലിബീഷ്, അൻവറിന് ഏത് രീതിയിൽ മറുപടി കൊടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതുല്യ. കാരണം ഇന്നലെ അൻവറിന്റെ നയവിശദീകരണത്തിൽ നമ്മൾ കണ്ടതാണ് പ്രാദേശിക വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അത്തരം വികാരങ്ങൾ ഉണർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇന്നലെ അദ്ദേഹത്തിന്റെ ഈ നയപ്രഖ്യാപനത്തിൽ പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നൊരു ആവശ്യം അൻവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നമുക്ക് ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. മുസ്ലിം ലീഗ് കൂടി പങ്കാളിയായ 1967 EMS സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അതിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ ലീഗ് കൂടി പങ്കാളിയായ ഒരു മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഇപ്പോൾ ആ മലപ്പുറത്തെ ജനബാഹുല്യവും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലെ കാലതാമസവും ഒക്കെ ചൂണ്ടിക്കാട്ടി പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നൊരു ആവശ്യം അൻവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അങ്ങനെ പെട്ടെന്ന് അതിൽ തൊടാൻ CPM മടിക്കുമെന്ന് തന്നെ കരുതാം. വിവാദ വിഷയങ്ങളിൽ ഏത് രീതിയിൽ മറുപടി പറയുമെന്നതിലേക്ക് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ലിബീഷ്, ഇപ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഈ ഒരു മലപ്പുറം പരാമർശം വളരെ വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. എവിടെ തൊട്ടാലും ആ ഒരു വാക്ക് അല്ലെങ്കിൽ അവിടെ കയറി പിടിക്കുന്നത് CPM-ന് എന്തായാലും വളരെ വലിയൊരു കോട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വിവാദമായ ഹിന്ദു പത്രത്തിലെ അഭിമുഖം മുതൽ KT ജലീലിൻ്റെ വിഷയത്തിൽ വരെ ആ ഒരു മലപ്പുറം പരാമർശം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രത്യേക ഭൂവിഭാഗത്തെയോ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മലപ്പുറത്തിന് മറ്റൊരു അല്ലെങ്കിൽ ഒരു 15ാമതൊരു ജില്ലയായി അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവി നൽകുന്ന ആ ഒരു ആവശ്യത്തിൽ എന്തായാലും CPM അത്ര വളരെ പെട്ടെന്ന് കയറി പിടിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ KT ജലീൽ അടക്കമുള്ളവർ എന്തായാലും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ അത്തരത്തിൽ ഈ പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധത CPM-നുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തോടൊരു അവഗണനയുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊരു മറുപടി നൽകാൻ KT ജലീലിന്
മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് കഴിയും എന്നാണ് CPIM കണക്ക് കൂട്ടുന്നത് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും ഈ അടുത്ത് അദ്ദേഹം തന്നെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ അടക്കം നടത്തിയ പല പരാമർശങ്ങളിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടടക്കം അദ്ദേഹം ഈ ഒരു മതവിഭാഗത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. അതും വിവാദങ്ങൾക്ക് ഇടയായിരിക്കുന്നു എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ അതിനോടൊപ്പം തന്നെ അൻവറിൻ്റെ ഇത്തരം ആരോപണങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാൻ, അല്ലെങ്കിൽ അതേ രീതിയിൽ മറുപടി കൊടുക്കാനായിരിക്കും KT ജലീലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. അതോടൊപ്പം തന്നെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിൻ്റെ ആരോപണങ്ങളെ തീർത്തും പൊള്ളയായ ആരോപണങ്ങൾ എന്ന് മാത്രം കാണിച്ചുകൊണ്ട് തള്ളിക്കളയാനായിരിക്കും എന്തായാലും CPIMൻ്റെ ശ്രമം. പ്രത്യേകിച്ചും അവിടെ ജനപിന്തുണയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ട സഹായമെല്ലാം ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ ജയിപ്പിക്കുകയായിരുന്നു. അതിലപ്പുറം CPMൻ്റെ ആളുകളെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലടക്കം CPMൻ്റെ ആളുകളെ ജയിപ്പിക്കാൻ PV അൻവറിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ക്യാമ്പയിനിങ്ങിൽ ഇടപെടുകയും പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്ത യാതൊരു തിരഞ്ഞെടുപ്പുകളിലും CPMന് വിജയിക്കാനായിട്ടില്ല എന്നതിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ പിന്തുണയില്ല എന്ന് മനസ്സിലാക്കാനാകില്ല എന്നായിരുന്നു അന്ന് ജില്ലാ നേതൃത്വം ചോദിച്ചത്. അതേ നാണയത്തിൽ തന്നെ ആയിരിക്കും ഇന്ന് CPIMും പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും മലയോര മേഖലയുടെ ജനങ്ങളുടെ വക്താവാനാണ് താനിനി പോകുന്നത് എന്ന് അദ്ദേഹം ആദ്യത്തെ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇനി മലബാറിലെ മലയോര മേഖലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ ഒരു രീതിയിൽ തന്നെ, എന്നാൽ ആ രീതിയിൽ മലയോര ഹൈവേ കൊണ്ടുവന്നതടക്കമുള്ള കാര്യങ്ങൾ CPMന് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രാദേശികമായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൽ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും CPMും ഇന്ന് ഈ ഒരു വിശദീകരണ യോഗത്തിന് തയ്യാറാക്കിയിട്ടുണ്ടാവുക. എന്തായാലും കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് CPM ഇന്ന് ഈ വിശദീകരണ യോഗത്തിന് ഒരുങ്ങുന്നത് എന്നത് വ്യക്തമാണ്. ലിബീഷ്.